ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഞ്ചൽ ഗേൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റവ കേസരി ഉണ്ടാക്കണതാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണല്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് പഞ്ചസാരയും ഏലക്കയും ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിൽ നെയ്യിട്ട് ആൽമണ്ട് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ ആൽമണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ക്യാഷ്യൂ ആണെങ്കിൽ ക്യാഷ്യൂ റൈസിൻസ് അതുപോലെ എന്ത് വേണോ ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമുക്ക് കോരി മാറ്റാം. നല്ല വറുത്തിട്ട് കോരി മാറ്റാം. ആ നെയ്യിൽ തന്നെ റവ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അപ്പുറത്തെ ഒരു അടുപ്പിലായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ച് അതിലോട്ട് ഒരു തുള്ളി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലേ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ അരക്കപ്പ് റവയാണ് എടുത്തത്. അതിന് ഞാൻ 1.25 കപ്പ് വെള്ളവും തിളപ്പിച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. റവ പെട്ടെന്ന് വെള്ളം പിടിക്കും. അപ്പോൾ കറക്റ്റാണ്, ആ അളവെന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു കപ്പാണ് എടുക്കണമെങ്കിൽ 2.25 കപ്പ് വെള്ളം എടുക്കണം. എന്നിട്ട് നമ്മളത് മുഴുവൻ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം കുറുകി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല തിക്കായി ഇതേപോലെ കാണും കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് ഇളക്കുമ്പോഴത്തേക്കും ഒന്ന് ലൂസാവും കേട്ടോ. പിന്നെ നിങ്ങൾ മധുരം അനുസരിച്ച് ചേർക്കണം. ഞാൻ അത് മുഴുവനും ചേർത്തില്ല, നിങ്ങൾ മുഴുവനും ചേർക്കണം കേട്ടോ. എനിക്ക് മധുരം ഇല്ലായിരുന്നു. പിന്നെ ആ വറുത്ത് വെച്ച ആൽമണ്ട് ചേർക്കണം, പിന്നെ നെയ്യ് ചേർക്കണം. അത്രയും ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കുകയിൽ കുറച്ച് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ ആൽമണ്ടൊക്കെ വെച്ച് നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ചൂടോടെ തന്നെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ചൂടോടെ തന്നെ നമ്മൾ പാത്രത്തിൽ സെറ്റാക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഷേപ്പാക്കി മുകളിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തു കേട്ടോ, ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മധുരത്തിൻ്റെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും അമ്മയും ഒറ്റ എഴുപ്പിൽ തന്നെ തീർത്തു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. ബായ്.